തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മകൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ജോസിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രജിൻ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി കൊലപാതകം നടത്തിയത് സ്വബോധത്തിൽ തന്നെയാണ് എന്ന കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. കൊലപാതകം പണം ചോദിച്ചിട്ട് നൽകാത്ത വൈരാഗ്യത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി ജയശങ്കർ തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജയ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മകൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്? എന്തുകൊണ്ട് ഈ വൈരാഗ്യം എന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നു? അതിലൊക്കെ എത്രമാത്രം സ്ഥിരീകരണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതായത് പ്രജിൻ ഇന്നലെ രാത്രി 9 മണിക്കും 9:30 കൂടിയാണ് ഈ പ്രതി അച്ഛനെ വെട്ടി കൊലപ്പെടുത്തുന്നത്. ഈ എഫ്ഐആറിൽ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് അച്ഛൻ പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നത്. രാത്രിയോടെ വീട്ടിലെത്തിയ പ്രതി അടുക്കളയിൽ വെച്ച് വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്കും കഴുത്തിനും വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും നിലവിൽ ഈ പ്രജിനെ പോലീസ് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഇന്നലെ രാത്രി ഉൾപ്പെടെ പോലീസ് വിശദമായി ചോദിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തോട് സഹകരിക്കാത്ത തരത്തിലുള്ള നിലപാടാണ് പ്രതി സ്വീകരിച്ചത്. അത്തരത്തിൽ വലിയ വിശദമായ ചോദ്യം ചെയ്യലിനെയും അമ്മയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് പോലീസിന് പണം നൽകാത്ത വൈരാഗ്യം എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയത്. അത്തരത്തിൽ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പണം നൽകാത്ത വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തിയെന്ന തരത്തിൽ പോലീസ് എഫ്ഐആർ എടുത്തത്. എന്തായാലും വിശദമായ പരിശോധന പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. പ്രജിനെ ഇന്ന് രാവിലെയും വിശദമായി ചോദ്യം ചെയ്യും. ഇതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കുക. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു. ഇത്തരത്തിൽ സ്വന്തം ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ഒരു അച്ഛനെ മകൻ പണം നൽകാത്ത വൈരാഗ്യത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. എന്തായാലും സ്വബോധത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തു ഈ പ്രജിന് ഉപയോഗിച്ചതായി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്വബോധത്തിൽ വൈരാഗ്യത്തിന്റെ പുറത്ത് പണം നൽകാത്തതിന് അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും പ്രജിന്റെ അറസ്റ്റ് പോലീസ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. കൊലക്കുറ്റത്തിനാണ് പ്രജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യം ചെയ്യൽ ഇന്ന് നടക്കുന്നതിന് ശേഷമായിരിക്കും സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എന്തായാലും കടക്കുക. അതീവ ദാരുണമായ സംഭവമാണ്. അച്ഛനും അമ്മയും മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസം. അത്തരത്തിൽ പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ ഇന്നലെ രാത്രിയോടെ എത്തിയാണ് ഈ പ്രജിൻ അച്ഛനെ ദാരുണമായി കൊലപ്പെടുത്തുന്നത്. ശരി, എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിയുടെ പേര് പ്രജിൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഞെട്ടി. കാരണം പ്രജിന്റെ പേര് അത്ര കോമൺ ആയിട്ടുള്ള പേരല്ല. അപ്പം പെട്ടെന്ന് ആരൊന്നും എന്താ പറയാ, ആ നടുക്കത്തിലായിരുന്നു ഞാൻ.